വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള പോളറോയിഡ് പിക്ചർ ഹോൾഡറാണിത്. ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ്സൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ ഷോർട്സിന് വേണ്ടിയായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു സൂമിങ്ങിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്ത് ഉണ്ടാകും. അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യൂസ് ചെയ്ത അതേ ക്ലേ തന്നെയാണ് ഞാൻ ഇതിന് വേണ്ടി എടുക്കുന്നത്. ഫസ്റ്റ് തിക്നെസ്സിൽ ആ ക്ലേ ഒന്ന് റൗണ്ട് ഷേപ്പിൽ വെച്ച് കൊടുക്കുക. അതിന് ടോപ്പിലായിട്ട് ഷേപ്പ്ലെസ് ആയിട്ടൊരു പീസ് വെച്ച് കൊടുക്കുക. ദെൻ അതിൻ്റെ ടോപ്പിൽ ഒരു ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള പീസ് വെച്ച് കൊടുത്ത് ജസ്റ്റ് അതിൻ്റെ മുകളിലായി പോളറോയിഡ് പിക്ചർ വെക്കാൻ പാകത്തിന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. 2 കുഞ്ഞി കാല് കൂടി സെറ്റ് ചെയ്യുക, കുറച്ച് ക്യൂട്ടാകാൻ വേണ്ടി. ഇത് പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു തീമാണ്. അതുപോലെ കറക്റ്റ് ആയിട്ടില്ലെങ്കിലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ടോപ്പിങ്സിന് വേണ്ടി 6 ചെറീസും വെച്ച് കൊടുക്കുന്നുണ്ട്. ഹോൾഡർ മാത്രം പോരല്ലോ, അതിൽ വെക്കാൻ വേണ്ടി പോളറോയിഡ് പിക്ചേഴ്സും നമുക്ക് DIY ആയിട്ട് തന്നെ ചെയ്യാം. പിക്ചർ വരയ്ക്കാൻ വേണ്ടി ഞാൻ ഡ്രോയിങ് ഷീറ്റിൻ്റെ പേപ്പറാണ് യൂസ് ചെയ്തേക്കണേ. 2 പേപ്പർ ഒരേ സൈസിൽ കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് കുറച്ചും കൂടെ തിക്നെസ് ഉണ്ടായിരിക്കും, പിന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും. ആദ്യം ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഒരു റോസ് ഫ്ലവർ ഗാർഡൻ ആണ്. അതിലിപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബ്ലൂ സ്കൈ ആണ്. ഞാൻ UP സ്കൂളിൽ പഠിക്കുമ്പം ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്ന ഒരു അവറായിരുന്നു ഈ സ്വിങ് അവർ. അപ്പോൾ ആ അവറിൽ ക്ലാസ് മൊത്തം ഒരു ബഹളമായിരിക്കും. എംബ്രോയിഡറി ആയിട്ടും വെജിറ്റബിൾ പെയിൻറ്റിങ് ആയിട്ടും അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിനോടൊക്കെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ ഒരു ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഈ മൊമെൻറ്റിൽ ഞാൻ അതിനെപ്പറ്റി ഓർത്ത് കുറച്ചൊക്കെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അത് പ്രൈസ് കിട്ടിയില്ലല്ലോ എന്നോർത്തല്ല, ഞാൻ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലല്ലോ എന്നോർത്തിട്ടാണ്. എല്ലാവരും പറയും സ്വപ്നങ്ങൾക്ക് ചിറക് നൽകണമെന്ന്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ചിറകുണ്ടെങ്കിൽ പോലും അതൊന്ന് ഉയർത്തി പറക്കാനുള്ള ഒരു സിംഗിൾ ഇനീഷ്യേറ്റീവ് നമ്മൾ എടുക്കാത്തത് മൂലം ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടമായിട്ടുണ്ടാകും. പിന്നീടുള്ള കാലം അതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുക എന്നതല്ലാതെ അതിലൊന്നും ചെയ്യാനില്ല. അതുപോലൊരു കാര്യമായിരുന്നു ഇതും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എന്നെപ്പോലെ റിഗ്രറ്റ് ചെയ്യുന്നവരാണെങ്കിൽ സാരമില്ലെന്ന് പോട്ടെ, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അവിടെ തന്നെ നിൽക്കാതിരിക്കുക. ഇഫ് യു ഹാവ് എ ഡ്രീം, ടേക്ക് ദ ഇനീഷ്യേറ്റീവ് ആൻഡ് ഫ്ലൈ ടുവേർഡ് ഇറ്റ് വിത്തൗട്ട് ഫിയർ. നിങ്ങളെ സ്റ്റുഡൻസ് ആണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കോമ്പറ്റീഷൻസും പ്രോഗ്രാംസൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ പറ്റുന്നതാണെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിൽ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ദെൻ പ്രൈസ് എന്ന് പറയുന്നത് സെക്കൻഡറി മാത്രമാണ്, പാർട്ടിസിപ്പേഷനാണ് പ്രൈമറി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മൊമെൻറ്റ്സ് തരുന്ന സമയമാണിത്. അപ്പോൾ മാക്സിമം മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക, കളക്ട് ചെയ്യുക, ഓർമ്മയിൽ സൂക്ഷിക്കുക. ഇപ്പോൾ ഒരു മോട്ടിവേഷനൊക്കെ കിട്ടിയില്ലേ? ഇനി നമുക്ക് നമ്മുടെ പിക്ചറിലേക്ക് വരാം. പിക്ചറിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. ഇതിൽ നമുക്ക് സ്റ്റെമ്മും അതുപോലെ തന്നെ ലീവ്സും ഫ്ലവേഴ്സും ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ റിസൾട്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു പോളറോയിഡ് പിക്ചറാണ് ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഒരു വാട്ടർ മെലൺ തീമിലാണ്. ജസ്റ്റ് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് വരച്ച് അതിനൊന്ന് പെയിൻറ്റ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഈ പിക്ചേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഒരു ത്രെഡിൽ ഒരു പേപ്പർ ക്ലിപ്പ് യൂസ് ചെയ്ത്
ക്ലിപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ടേബിൾ ഡെക്കറായിട്ട് ആദ്യം കാണിച്ചതുപോലെ വെക്കുക. അല്ലെങ്കിൽ ഡബിൾ സൈഡഡ് ടേപ്പ് യൂസ് ചെയ്ത് വോളിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാം. അതിലും ഏറ്റവും നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ത്രെഡിൽ ക്ലിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ടേബിൾ ഡെക്കർ ആക്കുകയോ ചെയ്യലാണ്. കാരണം നമുക്ക് കണ്ട് മടുത്ത് കഴിയുമ്പം പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വോളൊന്നും ചീത്തയാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. If you like my video, please do like, share, comment and subscribe my channel. Thank you.